अजिता हरे जय माधव വിഷ്ണു. വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നവർ ബേസിക്കലി ബോയ്സ്, ആൺകുട്ടികളാണ് അവർ. അപ്പം അവരിനി വളർന്നു വരണം. ഈ ഓരോ കമൻറ്റും ഓരോ അറ്റാക്കും ഇറ്റ് സേസ് മോർ അബൌട്ട് ദം ദാൻ മീ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ് ഇവളൊക്കെ നിരോധിക്കണം എന്നുള്ളത്. അപ്പം അതിനുള്ള റെസ്പോൺസ് മാത്രമാണ് അതിൽ. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യും അങ്ങനെയൊന്നുമല്ല. ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഒരു സർജറിക്ക് കയറുകയാണ്, ജനറൽ അനസ്തീഷ്യ അല്ല, അപ്പം ഇത് കഴിയുന്നവരെ എനിക്ക് ബോധം ഉണ്ടാവും, സർജറി കഴിയുന്നവരെ ഞാൻ കേട്ടോണ്ടിരുന്നത് നിങ്ങളുടെ തോണിയാണ്. വെറുതെ കുറേ സമയം ഇരിക്കും, അപ്പം നമുക്ക് ഒരുപാട് സമയം ആലോചിക്കാനുണ്ടാവും. അപ്പം അങ്ങനെ ശരിയാവും. അങ്ങനെ ശരിയാവും. ഒരാളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ഞാൻ പറയും. ഒരാൾ ഞാൻ എന്തിരണം എന്നുള്ളതായിരിക്കരുത് നമ്മുടെ തലയിലെ ഏറ്റവും വലിയ വെയിറ്റ് ഉള്ള സാധനം. അതിനേക്കാളും വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ അടുത്ത് ആരാ പറ്റുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എഫേർട്ട് അവരിടുമ്പോൾ ഈ ഒരു സാധനം മാത്രം പിടിച്ചിട്ട് ആ ലിപ്സിംഗ് അല്ലെന്ന് ചോദിക്കുന്നത് അത്രയ്ക്ക് ബോധമില്ലായ്മയാണ്. ലിപ്സിംഗ് നിങ്ങൾ പറയണ പോലെ നിസ്സാര കാര്യമല്ല. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കാണുമല്ലോ ഈ സാധനം. അതിനേക്കാളും എനിക്ക് എളുപ്പം അറിയാവുന്ന പോലെ പാടി 4 കല്ലെങ്കിൽ കല്ല് അത് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പാടുന്നതാണ് എളുപ്പം. ഞാൻ പാട്ട് കേൾക്കുന്നത് വളരെ കുറവാണ്. സ്ട്രേഞ്ചർ തിങ്സിലെ വെക്കന വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ദേവദൂതനിലെ എന്തോ മഹാനുഭാവിൽ വെച്ച ചിലപ്പോൾ ഞാൻ തിരിച്ചു വരും. ജെൻസി വൈബ് പിടിക്കാന്നൊക്കെ പറയുന്നത്. ഞാൻ ജെൻസി അല്ല, എന്നെ ഇതിന് വിടും. നമസ്കാരം. ചില സോക്കോൾഡ് സങ്കല്പങ്ങളെ തച്ചൊളിച്ച് വാർത്ത് പാട്ടിലൂടെ താനെന്ന രാഷ്ട്രീയത്തെ വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട പാട്ടുകാരി ഗൗരി ലക്ഷ്മിയാണ് മാഡിസൺ ഡിജിറ്റൽ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ സെഷനിൽ അതിഥിയെത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാധാ പാട്ടുകാരെ വിമർശിക്കുന്നത് പോലെ ഒന്നുമല്ല ഗൗരിയെ വിമർശിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഗൗരിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, അതോ ഞാൻ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളൊരു പ്ലാനോടുകൂടി തന്നെ സംഭവിക്കുന്നു? അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടോ അത്? ഇല്ല, അത് ഞാൻ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ 17 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് അങ്ങനെ ആ ഫ്ലോയിൽ വന്നു പോയ മാറ്റങ്ങളും കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെയാണ് മൊത്തത്തിലുണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് ഞാനെന്നെങ്കിൽ പിന്നെ എല്ലാവരെയും അങ്ങ് ട്രിഗർ ചെയ്ത് ഞാൻ ഇങ്ങനത്തെ അങ്ങനൊന്നും ഒരു പ്ലാനേ ഇല്ല. ആ സമയത്ത് എൻ്റെ ലൈഫിൽ എവിടെയാണോ ഞാൻ, ആ സമയത്തുള്ള എൻ്റെ വിശ്വാസങ്ങൾ എന്താണോ, എൻ്റെ നിലപാടുകൾ എന്താണോ, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ, അനിഷ്ടങ്ങൾ എന്താണോ എന്നുള്ളൊക്കെ ജനറലി ആ കാര്യങ്ങളെല്ലാം എൻ്റെ പെർഫോമൻസുകളിലും പാട്ടുകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. എന്നെ നിരോധിക്കൂ, എന്നെ വിമർശിക്കൂ എന്നൊക്കെ പറയുന്ന സർക്കംസ്റ്റാൻസിലേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന മലയാളി സ്ത്രീകളിൽ ഒരാൾ ഓഫ് കോഴ്സ് ഗൗരി ലക്ഷ്മിയാണ്. അപ്പോൾ എന്നെ നിരോധിക്കൂ, എന്നെ വെറുക്കൂ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ശരിക്കും എന്താണ് അവിടെ ഒരു പ്രോസസ്സ് അങ്ങനെ സംഭവിക്കുന്നത്? പറയേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ് ഇവളൊക്കെ നിരോധിക്കണം എന്നുള്ളത്. അപ്പം അതിനുള്ള റെസ്പോൺസ് മാത്രമാണ് അതിൽ. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യും അങ്ങനെയൊന്നുമല്ല. ഞാനതിനെ നോക്കി കാണുന്നതാണ്. കാരണം ഇപ്പം ഞാൻ മാത്രമല്ല, അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ. റീസെൻ്റ്ലി ദർ വാസ് അനദർ സിംഗർ, ഞാൻ ഒരു 2-3 ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് കണ്ടത്. പുള്ളിക്കാരി അതിനെക്കുറിച്ച് സംസാരിച്ചത് കുറച്ചുകൂടി എനിക്ക് ഭയങ്കര വിഷമമായി. എന്നെ ഭയങ്കര തട്ടി. ഈ സൈബർ അറ്റാക്കിങ് ഫേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇമോഷണൽ സ്പേസിൽ നിന്ന് സംസാരിക്കുന്നവരുണ്ട്. മൈൻഡേ ചെയ്യാണ്ട് ഇൻസ്റ്റഗ്രാമിൽ തുറക്കാണ്ട് കംപ്ലീറ്റ്ലി വേറൊരു കമ്പനിക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് റൈറ്റ് നൗ ഞാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിനെ വേറെ ഇമോഷണൽ സ്പേസ് എന്ന് കാണാണ്ട് കുറച്ചുകൂടി അവരെ പഠിക്കാനുള്ളൊരു സ്ഥലത്തുനിന്നും കൂടി കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഓരോ കമൻറ്റും ഓരോ അറ്റാക്കും ഇറ്റ് സേസ് മോർ അബൌട്ട് ദം ദാൻ മീ എനിക്ക് തോന്നാറുണ്ട്. അവിടെ നിന്നാണ് ആ പോസ്റ്റ് ഇട്ടത്. വേഷവിധാനങ്ങളാണല്ലോ ഏറ്റവും അധികം പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കര ഫാക്ടർ അടിച്ച് കണ്ട കുറേ പരിപാടികളുണ്ട്. അജിതാഹരെ പാടുന്ന സമയത്താണെങ്കിലും ആക്ച്വലി അജിതാഹരെ റിലീസായി കുറച്ച് കഴിഞ്ഞിട്ടാണ് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത് തന്നെ. അതിനുശേഷമുള്ള ലൈവ് പ്രോഗ്രാംസിലെല്ലാം തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് ശരിക്കും അങ്ങനെ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമോടുകൂടി എത്തിയാൽ മതി, അല്ലെങ്കിൽ ഇത്
എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു സംഗതിയാണോ അതിന്റെ പിന്നിൽ? ഈ പ്രശ്നമാവുന്നതിന് തന്നെ കുറെ നാൾക്ക് മുന്നേ തന്നെ ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറുന്നത്. അത് ആരോ ഒരാളിട്ട ഒരു റീലിൽ നിന്ന് കത്തി പെട്ടെന്ന് ഒരാൾ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. അതിന് കുറെ നാൾ മുന്നേ ഞാനിങ്ങനെ തന്നെയാണ്. ഞാനത് ഈ പറഞ്ഞ പോലെ വന്ന വഴിയിൽ എൻ്റെ ഇഷ്ടങ്ങൾ മാറുന്ന അനുസരിച്ചിട്ട് ഞാൻ ഇടുന്ന ഡ്രസ്സും മാറും. ചിലപ്പോൾ നാളെ എനിക്ക് വേറെ എന്തെങ്കിലും ഇടാൻ തോന്നി ഞാൻ ഇടും. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അല്ലാണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കളയാം അങ്ങനൊന്നും ഒരിക്കലും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഗൗരീനെ ഓർമ്മ വരുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് മൂവിയിൽ സോങ്സ് വരെങ്കിൽ കൂടി എനിക്ക് ആദ്യം സ്ട്രൈക്കിംഗ് ആവുന്നത് കീർത്തനങ്ങളാണ്. അപ്പോൾ അധികം ആരും ഒന്നും അതിൽ ആ ഒരു മേഖലയിലേക്ക് വലിയ എക്സ്പെരിമെന്റ്സ് നടത്തുന്നതായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നു ഈ കീർത്തനങ്ങളുടെ പരീക്ഷണങ്ങളിലേക്കൊക്കെ വരുന്നത്? പരീക്ഷണമായിട്ട് ചെയ്യുന്നൊന്നും അല്ല അത്. ഇപ്പം ഞാൻ 3 വയസ്സ് മുതൽ കർണാടക പഠിക്കുന്ന ആളാണ്. എൻ്റെ ഡിഗ്രിയും ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ടും BA മ്യൂസിക് MA മ്യൂസിക് കർണാടകയാണ്. ഞാൻ കുറച്ച് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് എല്ലാ സാധനങ്ങളും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ പോയ വഴിയിൽ പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ പീസസ് ആണ് പിന്നീട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുറത്തേക്ക് വിടുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് ഒരു പരീക്ഷണം സ്പേസിൽ ചെയ്യുന്നതല്ല. എനിക്ക് കേൾക്കുമ്പം ഇഷ്ടമുള്ള എനിക്ക് പാടാൻ സുഖമുള്ള രീതിയിൽ ഞാനതിനെ പ്രസന്റ് ചെയ്യുന്നു. അപ്പം കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അത് പിന്നെ നമ്മൾ അത് വെച്ച് വീണ്ടും കഞ്ഞി കുടിക്കുന്നു. അല്ലാതെ അങ്ങനെ പരീക്ഷിച്ച് കളയാന്നുള്ള രീതിയിലൊന്നും അല്ല അത് ചെയ്യുന്നതല്ല. അവിടെ എല്ലായിടത്തും തന്നെ ഗൗരി എന്ന് പറയുന്ന ഒരാളും വിസിബിൾ ആണല്ലേ. ഞാൻ എന്താണോ എന്നുള്ളത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഭംഗി. ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം പോലും അത് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മളുടെ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഒരു അഭിനയത്തിന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് പോലും അവരുടെ ഒരു സിഗ്നേച്ചർ അവിടെ വരുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയല്ലേ അത്. വിമർശനമാണെങ്കിൽ പോലും സംഗതി കയറി കൊത്തിയിട്ടുണ്ടെന്നുള്ളൊരു ഫീലല്ലേ കിട്ടുന്നത്. ഒരു പോയിന്റിനപ്പുറത്തോട്ട് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ആളുകൾ ട്രിഗേർഡ് ആവുന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഭയങ്കര രസമാണ് ആക്ച്വലി. കാരണം ഈ പറഞ്ഞ ഒരുപാട് അക്കൗണ്ട്സ് കയറി നോക്കും ഞാൻ. കമന്റ് കിടക്കുമ്പോൾ ഭയങ്കര കമന്റൊക്കെ കയറി നോക്കുമ്പോഴേക്കും അതിന് ശരിക്കുള്ള ആളെന്താ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പേഴ്സണാലിറ്റി അനാലിസിസ് സ്ഥലത്തോട്ടത് പോയി ഭയങ്കര രസമുള്ള പരിപാടിയാണത്. അത് അവിടെ എത്തുന്നവരെ നമുക്ക് ഈ പയ്യോ അവരത് പറയണ്ടല്ലോ എന്നൊക്കെ ഉള്ള പല സ്റ്റേജിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ വൺസ് യു റീച്ച് ദെയർ ഐ തിങ്ക് അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ ട്രോമകളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ പലയിടത്തും നമ്മൾ സംസാരിക്കുന്നത് പൊതുജന താല്പര്യാർത്ഥം ഒരു എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എന്നുള്ളൊരു കരുതലിന്റെ പുറത്തും കൂടി ആയിരിക്കും. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമന്റ് ബോക്സിൽ വരുന്ന അശ്ലീല കമന്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസഹിക്കബിൾ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മാറാനും പോകുന്നില്ല, എഡ്യൂക്കേറ്റ് ചെയ്യാനും പോകുന്നില്ല. കുറേ കമന്റ്സ് വരുമ്പോൾ ആക്ച്വലി എന്താ മൂഡ് ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പറഞ്ഞത് അത് പല സ്റ്റേജുകളാണ്. നമ്മളത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇടുന്നതും ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് ആ പെർട്ടിക്കുലർ ആളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അയാളുടെ ലൈഫിനെ കുറിച്ചിട്ടും അയാളുടെ അവസ്ഥയെ കുറിച്ചിട്ടും അതിന് റിഫ്ലക്ഷൻ മാത്രമാണ് ആ കമന്റ് സെക്ഷനിൽ വരുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ആക്ച്വലി ഉള്ള ഗുണം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരാളിലേക്ക് എത്തണമെങ്കിൽ എത്തിയിട്ട് അയാൾക്ക് ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ മേ ബി ഒരു ആശ്വാസമായിരിക്കാം, ഓർ മേ ബി പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽപ്പ് എടുക്കാനുള്ളൊരു പ്രചോദനമായിരിക്കാം. അതവിടെ കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട്. എനിക്ക് തുടക്കകാലത്ത് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർമ്മയുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ തോണി എന്ന് പറഞ്ഞിട്ട് പാട്ട് ഇറക്കിക്കഴിഞ്ഞ സമയത്ത് ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ട്രാക്കാണ്, തുടങ്ങിയതേ ഉള്ളൂ, നമുക്ക് വളരെ കുറച്ച് സപ്പോർട്ടേഴ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലയിൽ നിൽക്കുന്നൊരു കാര്യം, ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഒരു സർജറിക്ക് കയറുകയാണ്, ജനറൽ അനസ്തീഷ്യ അല്ല, അപ്പം ഇത് കഴിയുന്നവരെ എനിക്ക് ബോധം ഉണ്ടാവും, അപ്പം ആ സമയത്ത് സർജറി കഴിയുന്നവരെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ തോണിയാണ്, എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ആ സമയത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് എന്നൊരു പേഴ്സണൽ മെസ്സേജ് എനിക്ക് ആ സമയത്ത് വന്നായിരുന്നു. അത് ഒരെണ്ണം മതി നമുക്ക്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാവണം, നമ്മുടെ ഉള്ളിലുള്ളൊക്കെ പറയാനുള്ള കാര്യങ്ങൾ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തണം എന്നുള്ളതാണ്. ആൻഡ് അത് ഓഫ് കോഴ്സ് നടക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമാണ്. റീസെൻ്റ്ലി ഒരു വീഡിയോ വൈറലായതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു
ഇത് കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും കാലം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളെയും ചൂഷണങ്ങളെയൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കണ്ടത്. ഇപ്പോൾ ഗൗരി തന്നെ ഒരു ടെസ്റ്റിമോണി ചെയ്ത സമയത്ത് ഇതേ സോഷ്യൽ മീഡിയ രാജാക്കന്മാരും ഈ സദാചാര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഗൗരിയോടുണ്ടായ അപ്രോച്ച് അത് തന്നെയാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ, അതായത് ഈ റദ്ദ് ചെയ്യപ്പെടുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്കിത് ആൺകുട്ടികളും പുരുഷന്മാരും തമ്മിലുള്ളൊരു വ്യത്യാസമാണത്. ശരിക്കും മെച്യൂരിറ്റി ഉള്ള ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ബോധവും ബുദ്ധിയുള്ള ഒരു പുരുഷൻ ആണെങ്കിൽ ഐ തിങ്ക് എടുക്കേണ്ട പോലെ പുള്ളിക്ക് എടുക്കാനും എടുക്കേണ്ട പോലെ ഇത് കാണാനും പറ്റും. ഈ വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നവർ ബേസിക്കലി ബോയ്സ്, ആൺകുട്ടികളാണ് അവർ. അപ്പം അവരിനി വളർന്നു വന്നിട്ട് അവർക്കത് മനസ്സിലാവുള്ളൂ എന്താ നടക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടൊരു സ്ത്രീയാണ് ചെയ്യുന്നുള്ള ഇത് ഞാൻ രണ്ട് വഴിക്കും പറയാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം. ഒരു സ്ത്രീയാണിത് ചെയ്ത് എന്നുള്ള സ്ഥലത്തേക്ക് ഇത് ഫോക്കസ് ചെയ്യുമ്പം സംഭവിക്കുന്നത് ആക്ച്വലി ഫോക്കസ് എവിടെയാണ് പോകേണ്ടത്? എന്തുകൊണ്ട് ഇത്രയും ഒരു അഡൾട്ടായിട്ടുള്ള ഒരു പുരുഷൻ എന്തുകൊണ്ട് അവിടെ ആത്മഹത്യ ചെയ്തു? ആക്ച്വലി വാട്ട് ഇസ് റീസൺ ബിഹൈൻഡ്? ഓക്കെ, ബസ്സിൽ ഒരു വീഡിയോ വരുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്റ് ആവുന്നു. ഈ പോസ്റ്റ് ആയതിനും ഇയാൾ മരിക്കുന്നതിനും ഇടയ്ക്കുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്? അവിടുന്ന് എങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ട എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്തത്? അതിനിടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? അവിടെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ശരിക്കും എന്തെങ്കിലും ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് അത് ഇപ്പം പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളെ ശിക്ഷിക്കപ്പെടണം, ചെയ്യുന്ന നടപടികൾ എടുക്കണം. പക്ഷെ അവിടെ ഫോക്കസ് ആവാണ്ട് പോകുന്ന ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് മുന്നേ ഉണ്ടായിട്ടുള്ളത്, ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് കുറേ പേര് കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും സംഭവിക്കുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് അഴിച്ചു വിട്ട പയ്യന്റെ ഫോട്ടോ വെച്ചിട്ട് എല്ലായിടത്തും വിടും. പക്ഷെ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? ഈ ആത്മഹത്യ വരെ എങ്ങനെ എത്തി? ഇതിനിടയ്ക്ക് ഈ കുട്ടിയെ തിരിച്ചു വിളിക്കാൻ ആരും ഇല്ലായിരുന്നോ? ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നോ? എന്തുകൊണ്ട് ഒരാളുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം ഈ രണ്ട് ആളുകളും മരണത്തെ ചൂസ് ചെയ്തു? വാട്ട് ഹാപ്പൻ ദെയർ? അതൊന്നും ആർക്കും സംസാരിക്കണ്ട. ഇവർക്ക് ആരുടെയെങ്കിലും തലയിൽ ഇത് വച്ച് കെട്ടണം, എന്നിട്ട് അടുത്ത പണിക്ക് പോവാം. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണത്. എനിക്ക് ശരിക്കും എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, നമ്മളൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണോ അത് മുന്നോട്ട് പോകേണ്ടത്, അതോ ആരുടെയും മുതുകത്തോണ്ട് മറ്റേ ഫ്രസ്ട്രേഷൻ ഇറക്കിയാൽ മതിയോ എന്നുള്ള എന്നിട്ട് ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മളെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത്, അതായത് ഒരു ആർട്ടിസ്റ്റ് പറയുകയാണ് ഐ എ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്, പലപ്പോഴും ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ക്രൈം അല്ലെങ്കിൽ വേറൊരു അബ്യൂസീവ് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും അക്കൗണ്ടബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വഴിയെങ്കിലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി പലപ്പോഴും ആളുകൾക്കുണ്ട്. സെയിം ടൈം ഇതേ ആളുകളുടെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇഷ്യൂസോ എന്തെങ്കിലും ക്രൈമോ ഏതെങ്കിലും ഒരു ചൈൽഡ് അബ്യൂസൊക്കെ വരുന്ന സമയത്ത് ഈ എല്ലാ പുരുഷന്മാരും മറുപടി പറയണ നിർബന്ധ ബുദ്ധി സൊസൈറ്റിയിൽ ഇല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ആവുന്നത്? എന്താ പറയുക, ഈ റിലേറ്റീവ്ലി പുതിയതായിട്ട് വന്ന ചില കാര്യങ്ങൾക്ക് അഗൻസ്റ്റാണ് ഞാൻ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയം മാത്രമല്ല, ഞാൻ ഇതേ ട്രെൻഡ് വേറെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനിമൽ അബ്യൂസ്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ഒരു ആവശ്യമില്ലാത്ത എതിർപ്പും അങ്ങനെയുള്ള ബുള്ളിങ്ങും ഫേസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ആനിമൽ റെസ്ക്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഈ പറഞ്ഞ പോലെ തെരുവ് പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ മൃഗസംരക്ഷണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഒരു ബേസൂലൻ അടച്ചാക്ഷേപിക്കും ഈ സൈബർ സ്പേസിലുള്ള ആളുകൾ. ബിക്കോസ് ഞാൻ രണ്ടും പറയാൻ കാര്യം റിലേറ്റീവ്ലി പുതിയതായിട്ടുള്ള കോൺസെപ്റ്റാണിത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ പറഞ്ഞ മൃഗങ്ങൾക്കും ഇന്ന അവകാശങ്ങളുണ്ട്, അവരും ഇത്ര എമ്പത്തി അർഹിക്കുന്നുണ്ട്, അവരെ നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഫെമിനിസ്റ്റേക്കാളും പുതിയൊരു കോൺസെപ്റ്റാണ്, വളരെ പുതിയ കോൺസെപ്റ്റാണ്. അപ്പം കോൺസെപ്റ്റ് ലേറ്റസ്റ്റ് ആവും തോറും ഇവർക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവില്ല. ദേ കാണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. അതുപോലെ വേറെ സാധനമാണ് ഇപ്പം വയസ്സായ ആളുകൾ, അതായത് ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ള പ്രശ്നം വരുമ്പോഴേക്കും എപ്പോഴും പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ പതുക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം മറ്റേ അമ്മേനെ അച്ഛനെയും സംരക്ഷിക്കണമെന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് സ്ഥലത്ത് ഇപ്പൊ റീസെന്റ് ഇറ്റ് ഹസ് ചേഞ്ച് ടു അല്ല, മക്കളുടെ സ്ഥാനത്തും കൂടെ ചിന്തിക്കണം. അപ്പം ഇങ്ങനെയുള്ള പുതിയ
കുറച്ച് നാൾ മാത്രമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോഴേക്കും ഈ പറഞ്ഞ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഭയങ്കര കൂടുതലാണ്. സെയിം വിത്ത് സ്ത്രീകൾ എന്നുള്ള സംഭവം വരുമ്പോൾ സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര പുതിയ കാര്യമാണ് ഉള്ളവർക്ക്. കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ അത് കേട്ട് 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 ഇവർ ശീലിക്കണം. ഇവർക്ക് തോന്നണം ഓക്കെ ഇത് ഒരു ഭയങ്കര വലിയൊരു സാധനമൊന്നുമല്ല, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് നേരത്തെ പറഞ്ഞ ആൺകുട്ടികൾ എത്തണം. അതെന്ന് വരെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗൗരി ഇത് സംസാരിക്കുന്നതാണ് ഭയങ്കര രസമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പാട്ടുകാരിയാണ്, പാട്ടുകാർ പാട്ട് മാത്രം സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സെയിം ടൈം നടത്തുന്ന ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടി ഭയങ്കര രസമുണ്ട്. അങ്ങനെ ലൈഫിൽ വായനയും ഇതൊക്കെ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഉള്ളതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണല്ലോ. വെറുതെ കുറേ സമയം ഇരിക്കും, അപ്പം നമുക്ക് ഒരുപാട് സമയം ആലോചിക്കാനുണ്ടാവും. അപ്പം അങ്ങനെ ശരിയാവും. അങ്ങനെ ശരിയാവും. ഓക്കെ, പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ദ കമന്റ് സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവളെല്ലാം കൂടി ശുദ്ധസംഗീതത്തിനെ കൊന്നു, ഇവളുടെ പാട്ട് കേട്ട് ശുദ്ധസംഗീതം തൂങ്ങി ചത്തു, അടിവസ്ത്രം ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു പാട്ട് പാടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള കമന്റ്സാണ് വരുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഈ കേരളത്തനിമയുള്ള വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് എന്ന് മുതലാണ് ഒരു ഒഫീഷ്യൽ ഡ്രസ്സ് ഉണ്ടായത്? ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ എന്താണ് കുറച്ച് അവോയ്ഡ് ആവുന്നതെന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് കാണുമ്പോൾ ആ സാധനം അടിക്കാറുണ്ടോ? അതൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞത്. അത് ഇവര് നമുക്കങ്ങനെ ഹിസ്റ്ററി ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല ആളുകൾ എന്നിട്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ഞാൻ പറയും. ഒരാൾ ഞാൻ എന്തിടണം എന്നുള്ളതായിരിക്കരുത് നമ്മുടെ തലയിലെ ഏറ്റവും വലിയ വെയിറ്റ് ഉള്ള സാധനം. അതിനേക്കാളും വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം തൽക്കാലം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇപ്പം ഓക്കെ പുറത്ത് ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്, അല്ലെങ്കിൽ മഴയുണ്ട്, ഓക്കെ അതിനനുസരിച്ച് ഡ്രസ്സ് വേണം. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ബേസിക് എനിക്ക് എൻ്റെ ബോഡിയിൽ മറക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള സാധനമൊക്കെ മറിഞ്ഞിരിക്കണം, എനിക്കിഷ്ടമുള്ള കളർ വേണം, എനിക്കിഷ്ടമുള്ള ഫിറ്റ് ആയിരിക്കണം. ഇത് എൻ്റെ സൗകര്യവും എനിക്ക് എന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സൗന്ദര്യവും അനുസരിച്ച് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജനറലിയുള്ള ലൈഫിൽ വളരെ കുറവായിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ നമ്മൾ എന്തിനാണെന്ന് ആലോചിച്ച് ബാക്കിയുള്ളവരുടെയും കൂടെ തല കൊഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം എപ്പോഴാണ് അവരുടെ ബ്രെയിനെ അവരുടെ അടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഉപയോഗപ്രദമായ സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുന്നത്, അപ്പം എനിക്ക് തോന്നുന്നത് അവർക്ക് സമാധാനം ഉണ്ടാവും, നമുക്ക് സമാധാനം ഉണ്ടാവും. യോധയിലെ പാട്ടിൻ്റെ ട്രോള് എന്നല്ലോ കമൻറ്റ് കുറേ വന്ന സമയത്ത് ഫോണിങ്ങനെ മൊബൈലിങ്ങനെ വെച്ചിട്ട് പാടുന്നത് സഡനായിട്ട് വന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് പുറത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യണ കണ്ടിട്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ആക്ച്വലി അത്തരം കീർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സാധനം പാടുന്നതിൻ്റെ രസം കൂടി ഉള്ളതുകൊണ്ട് നമ്മളതിങ്ങനെ കാണുമ്പോൾ അതൊരു ട്രോൾ ഫീൽ ആയിരുന്നില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ കമൻസിലൊക്കെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ ആണെങ്കിലും അത് വേറെ, നമ്മൾ കമൻസ് ഡീൽ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി വി ഷുഡ് പ്രാക്ടീസ് മോർ. ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്ന കാര്യം. കാരണം എപ്പോഴും എന്ത് ഒരു വൈറൽ കോണ്ടന്റ് വന്നാലും അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇവർ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത്. കാരണം അത് വേറൊരു കൾച്ചർ തന്നെയാണ്, പൈസയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. തിരിച്ചതിന് മറുപടി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലെ ചീത്തവിളി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യും. അല്ല, ചില സമയത്ത് ഭയങ്കര എന്റർടൈനിങ് ആണ്, അതുകൊണ്ട് ചെയ്യുന്നത്. അത് തിരിച്ചു പിന്നൊന്നും പറയാനുണ്ടാവില്ല, അതുപോലത്തെ ഒരു സാധനമാണ് അന്ന് വന്നത്. ഞാൻ ഗൗരി എന്ന് പറയുന്ന ഒരു പാട്ടുകാരി അവിടെ ഉണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് ജോഷ് ടോക്കിലുള്ള വീഡിയോ കണ്ടിട്ടായിരുന്നു. അപ്പം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടു. അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൺസേൺഡും കൺഫ്യൂഷൻസിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനത് കാണുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവുന്നത്. പിന്നീടാണ് ഞാനൊരു ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കുന്നതൊക്കെ. അപ്പോൾ പൊതുവേ കലാകാരന്മാർ ഭൂരിഭാഗം വരുന്ന ആളുകൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന സമയത്തും എല്ലാ മനുഷ്യരും കേട്ടോ, എന്നാലും ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റർടൈൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഉള്ളിൽ ഒത്തിരി സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പലരും അത് തുറന്ന് പറയാറില്ല. നമുക്ക് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരുപാട് കലാകാരന്മാരുടെ പാസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇവർ ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അത് ഗൗരി സംസാരിക്കുന്ന സമയത്തെ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അത്ര നല്ല പരിപാടിയല്ല, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നാളെ എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു കൺസേൺസ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആരാ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്? ധൈര്യമുള്ള ആരാ ബാധിക്കല്ലോ. ഞാൻ അങ്ങനെ വേറൊരാളുടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ നമ്മുടെ പണിയെടുത്ത് പോകുന്നു,
വളരെ കുറച്ച് ആളുകൾ മാത്രമല്ല പുറത്തുനിന്നൊരു സാധനം കൊണ്ട് എൻ്റെ അടുത്ത് വരാറില്ല. ഇപ്പം എൻ്റെ മെയിൻ പരിപാടി എന്താ ലൈവ് ചെയ്യുക എന്നുള്ളതാണ്. അത് പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ഇടയ്ക്ക് പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പം പാട്ടുകൾ ഇറക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മൾ കുറച്ച് പേര് ഇരുന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരും വരുന്നില്ല, ഇനി പുതിയതായിട്ട് ആരാ വരാണ്ടിരിക്കുക. അങ്ങനെയല്ല, എനിക്ക് തോന്നിയ ഞാനത് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഈ കലാകാരി എന്നുള്ളൊരു ആളും അത് മാത്രമല്ലോ, അതെന്റെ ജോലിയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ ചെയ്യുന്നു, അത് ഞാൻ എൻ്റെ ജോലിയാക്കുന്നു. അതല്ലാണ്ട് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം ഞാൻ കടന്നുപോയ കുറേ എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനിത് പറയുന്നതിൽ കൂടെ ആർക്കെങ്കിലും ആ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ള സിറ്റുവേഷൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അവർക്കൊരു റിലീഫ് കിട്ടുന്ന എന്തെങ്കിലും കാര്യം പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അത് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്കതൊരു ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെയും പേർപ്പസിൽ കുറേയൊക്കെ അതങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനിത് ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടൊന്നും ഇല്ല. ഇത് പറഞ്ഞുകൊണ്ട് അയ്യോ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല, അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് കുറേ പേർക്ക് ഇത് ഈ പറഞ്ഞ പോലെ കുറേ ആളുകൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണമെന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനൊരു പരിഹാരം ഉണ്ട് എന്നൊരു ആശ്വാസമൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. കുറേ ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ടുണ്ട്, മെസ്സേജസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അറിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം. എനിക്ക് ആരോനെഞ്ചിൽ സോങ്ങൊക്കെ എനിക്കൊരു ലൂപ്പ് പോലെയായിരുന്നു. ഇപ്പോൾ എനിക്ക് അതൊരു റിഫ്രഷിങ് സാധനമാണ്. ഞാനൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സിത്താരച്ചിയുടെയൊക്കെ ട്രാക്സ് എടുക്കുന്ന പോലെ തന്നെയാണ് ഗൗരിയുടെ ശബ്ദം. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള വോയിസാണ്. അപ്പോൾ ഗൗരിയുടെ ഒരു പേഴ്സണൽ അങ്ങനെയുള്ളൊരു പാട്ട് ഏതായിരിക്കും കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് സെറ്റ് ആവാനായിട്ട് ഇത് വേണം എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്? ഞാൻ പാട്ട് കേൾക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചർ തിങ്സിലെ വെക്കനെ വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ദേവദൂതനിലെ എന്തോ മഹാനുഭാവലു വച്ച ചിലപ്പോൾ ഞാൻ തിരിച്ചു വരും. ഇതില് അവളെ മാക്സിനെ കൊണ്ടുപോലെ ഗൗരി പോകുന്ന സമയത്ത് ഗൗരീനെ അറിയാവുന്ന ആളുകളുടെ അറിവിലേക്ക്. ഓക്കെ, അപ്പോൾ ഗൗരി ഈസ് ദർ എന്നുള്ള ഫീൽ കിട്ടുന്നത് ഇപ്പോൾ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണോ? എനിക്ക് അറിയാം എന്താ പറയാൻ പോലും, എന്നാലും ഞാൻ അറിയാനുള്ളൊരു കൊതിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ്. ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണോ, ലൈവായിട്ട് അങ്ങനെ പെർഫോം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് യെസ് ഐ ആം ദർ, ഗൗരി ഈസ് ദർ എന്നുള്ള ഫീൽ കിട്ടുന്നത്? ആരാണ് ഈ ഗൗരി എന്നുള്ള മ്യൂസിക് ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്, എൻ്റെ കയ്യിൽ നിന്നും കൂടെ എന്തെങ്കിലുമൊക്കെ ഇടാൻ എന്നെ സമ്മതിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ഫീലിംഗ് ആണെങ്കിൽ എനിക്ക് ആ ഫ്രീഡം ഭയങ്കര കിട്ടിയിട്ടുള്ളത് ഷാൻചേട്ടൻ്റെ പാട്ടുകളിലാണ്. ഭയങ്കരമായിട്ട് ആ ഒരു ഫ്രീഡം കിട്ടുക. കാരണം നമ്മൾ പാട്ട് ഫുള്ള് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടും പുള്ളി വെറുതെ ഒരു ട്രാക്ക് ഓൺ ചെയ്തിടും, എന്തെങ്കിലും പാടിക്കുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പോൾ വായി തോന്നിയൊക്കെ പാടാം. ആൻഡ് ഹീൽ ജസ്റ്റ് ചൂസ്, പുള്ളിക്ക് അതിന് കുറേ സാധനങ്ങൾ. അപ്പം ആ പാട്ടിൻ്റെ ബേർത്ത് മുതൽ അതിൻ്റെ ആ ഫൈനൽ ആവുന്നവരെ കുറേ സ്ഥലങ്ങളിൽ നമുക്കും കൂടെ പാർട്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്രീഡം തരുന്ന, അത്രയും ഫ്രീഡം കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വരാറുണ്ട്. ലൈവ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ആണല്ലോ ലൈവ് എന്ന് പറയുന്നത്. നമ്മളെ തീരുമാനമാണ് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ തീർക്കണം, ഇതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ കംപ്ലീറ്റ് ഓട്ടോണമി വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി വേറൊരു ത്രില്ലാണത്. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പാട്ട് പാടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലും ആളുകൾക്ക് സാധ്യത ഇങ്ങനെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. ആർട്ടിസ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ പാടുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഏറ്റവും അധികം ആളുകൾ പറയുന്നതാണ് ലിപ്സിങ്ക് ആണത്. സപ്പോർട്ടറായിട്ട് ഇട്ടിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഗൗരി എല്ലാം ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത്. അത്തരത്തിൽ അവർ ആക്ച്വലി ലിപ്സിങ്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആ മൂഡ് ക്രിയേഷൻ അവിടെ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അത് അവരവരുടെ ഓഡിയൻസ് തമ്മിലുള്ള ബിസിനസ്സാണ്. അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ 5 സെക്കൻഡ് 30 സെക്കൻഡ് കണ്ടിട്ട് കമന്റ് അടിക്കുന്നത് മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ. വലിയ വലിയ ഇന്റർനാഷണൽ ആക്സിൽ പോലും കോടികൾ മുടക്കിയുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. സോ അവിടെ ചിലപ്പം മറ്റേ അമിട്ടുകൾ പൊട്ടുന്നുണ്ടായിരിക്കാം, മഴ പെയ്ക്കുന്നുണ്ടായിരിക്കും, അവര് ഭയങ്കര വലിയ വലിയ LED വാൾസും ഭയങ്കര പരിപാടികളും മറ്റേ പറക്കുന്ന മെഷീനും വലിയ പരിപാടിയായിരിക്കും.
അത്രയും വലിയൊരു ആക്ട് അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി ചിലപ്പം ചില ആർട്ടിസ്റ്റുകൾ, എല്ലാവരും ഞാൻ പറയുന്നത്, ചില ആർട്ടിസ്റ്റുകൾ ലിപ്സിങ്ക് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ആ ആക്ട് പെർഫെക്റ്റ് ആക്കാനും മാനുഷികമായിട്ടുള്ള ലൈവ് പാടുമ്പോഴുള്ള തെറ്റുകൾ പോലും അവിടെ സംഭവിക്കരുത് എന്നുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് പാടാൻ വയ്യാത്തോണ്ടല്ല. അത്രയും കൂടെ ഒരു ശ്വാസം എടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ബ്രേക്ക് പോലും നമ്മൾ ഡെലിവർ ചെയ്യുന്ന സാധനത്തിനെ എഫക്ട് ചെയ്യരുത് എന്നുള്ള വാശിയുള്ള അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെ ലിപ്സിങ്ക് ചെയ്യാറുണ്ട്. അതിനെ കുറ്റം പറയാൻ ഐ ഡോണ്ട് തിങ്ക് ഞാനൊന്ന് പറയണം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് എഫേർട്ട് അവരിടുമ്പോൾ ഈ ഒരു സാധനം മാത്രം പിടിച്ചിട്ട് ലിപ്സിങ്ക് അല്ലേ എന്ന് ചോദിക്കുന്നത് അത്രയ്ക്ക് ബോധമില്ലായ്മയാണ്. ഞാൻ പേഴ്സണലി ലിപ്സിങ്ക് ചെയ്യാത്തത് എനിക്ക് സ്റ്റേജിൽ ലൈവ് തന്നെ പാടുന്ന ഇഷ്ടമാണ്. എനിക്ക് ലിപ്സിങ്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സാധനം പഠിക്കണം. ഞാൻ ഫസ്റ്റ് എവിടെ ശ്വാസം എടുക്കണം ഇതെല്ലാം പഠിക്കണമല്ലോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലിപ്സിങ്ക് നിങ്ങൾ പറയണ പോലെ നിസ്സാര കാര്യമല്ല. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കാണുമല്ലോ ഈ സാധനം. അതിനേക്കാളും എനിക്ക് എളുപ്പം അറിയാവുന്ന പോലെ പാടി 4 കല്ലെങ്കിൽ കല്ല് അത് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പാടുന്നതാണ് എളുപ്പം. അപ്പം എനിക്ക് ലിപ്സിങ്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യാത്തത്. ലിപ്സിങ്ക് വളരെ വിജയകരമായിട്ട് ചെയ്ത് ഓഡിയൻസിന് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്ന പാട്ടുകാരുണ്ട്, അവരിത് ചെയ്യട്ടെ. ഏറ്റവും പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ് കിട്ടിയ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ലൈവ് ചെയ്ത സമയത്ത്? ഒരുപാട് ഷോസ് ഉണ്ട് അങ്ങനെ ഒന്നല്ല. എനിക്ക് ജനറലി പബ്ലിക് ഷോസ്, ഞാൻ മുന്നേ കോളേജ് ഷോസ് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പബ്ലിക് ഷോസ് ഭയങ്കര രസമായിട്ട് വരാറുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്തൊരു ഷോ എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ, ഇറ്റ് വാസ് സോ പാക്ഡ്. മറ്റേ ഇതിൻ്റെ മുകളിലൊക്കെ ആളുകൾ വലിഞ്ഞു കയറായിരുന്നു. ലാസ്റ്റ് പോലീസ് വന്നിട്ട് പറയേണ്ടി വന്നത് പിരിച്ചു വിടണം അല്ലെങ്കിൽ പണിവാളെന്നുള്ള അത്ര ക്രൗഡായിരുന്നു. അത് എനിക്ക് ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു. ഓ ഷിറ്റ്, ഇത്ര ആളുകളൊക്കെ എന്നെ കാണാൻ വരിക എന്നുള്ളത്. സോ അത് ഭയങ്കര ആളുകൾ അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആർട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ആളുകളെ അത്രയും അട്രാക്ട് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിട്ടും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള. ആസ് എ വുമൻ ആൻഡ് ആസ് എ ഫാൻ ഗേൾ, എനിക്ക് ആക്ച്വലി ഗൗരീനെ അങ്ങനെ കാണുമ്പോൾ, ഗൗരീനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ്, പ്രൗഡ് മൊമെൻ്റ് ഒക്കെയാണ്. ബിക്കോസ് മലയാളത്തിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചിത്രയിച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ എല്ലാവരെയും നമ്മളുടെ സോക്കോൾഡ് സാധനങ്ങൾ ഫുള്ള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു നിലപാടില്ലാത്തൊരു പെൺകുട്ടീനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ എല്ലാ സന്തോഷവും ഗൗരി ലൈവായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ വീഡിയോസൊക്കെ കാണുന്ന സമയത്താണ് ഡ്രസ്സ് ഒരു വലിച്ചെറിയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതാണ് പാട്ട് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലെ എനിക്ക് സന്തോഷം തോന്നിയത് ഓൾ ജനറേഷൻ ആളുകൾ പോലും ഇത് കൊള്ളാലോ, ഈ പരിപാടി കൊള്ളാലോ എന്നുള്ളത്. ഇപ്പം എൻ്റെ അമ്മ നല്ലൊരു സിംഗറാണ്. അപ്പോൾ അവർ ആക്ച്വലി ഇതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്തൊക്കെ പറയും, ഈ കുട്ടി കൊള്ളാലേ, ഇത് അജിതാഹരെയൊക്കെ പാടുന്ന കേൾക്കാൻ എന്ത് രസമുണ്ട്. അപ്പോൾ ഞാൻ പറയും അതിൻ്റെ കമൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അതിൽ കാര്യമില്ല. നമ്മൾ പാട്ടിലേക്ക് ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിയുന്നതിലൊന്നും അല്ല കാര്യം. അത് വേറൊരു ആറ്റിറ്റ്യൂഡ് ആ കുട്ടി വിളിച്ച് പറയുന്നതാണല്ലോ. അത് ഡൈജസ്റ്റ് ആവാത്തത് നമ്മളുടെ പ്രശ്നമാണ്, അത് ആ കുട്ടീൻ്റെ പ്രശ്നമില്ല എന്നുള്ളത്. എനിക്ക് ഇത്തരത്തിൽ ആ ജനറേഷൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഒരു സ്വീകരണം ഉണ്ടല്ലോ, ഗൗരി ഇങ്ങനെ സ്വീകരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ആ ജനറേഷൻ ആളുകളും ഇങ്ങനെ തന്നെ നല്ല പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ടോ? ഈ പോസിറ്റീവ് നെഗറ്റീവ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിലൊരു തെറി എഴുതി വെച്ച ഒരുത്തൻ്റെ പ്രൊഫൈൽ എടുത്തപ്പോൾ എന്തോ 10-20 വയസ്സുള്ളവന്. പക്ഷെ അവൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഹീസ് ലൈക്ക് ഭയങ്കര വയസ്സായ വേറെ ഏതോ ജനറേഷൻ എന്ന് ഇപ്പം ഇവിടെ വന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്ന പോലത്തെ ഒരു കമൻ്റാണ്. അപ്പം ഇതെല്ലായിടത്തും ഉണ്ട്. ഇതങ്ങനെ ഓൾഡ് ന്യൂ എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര റെഗുലറായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻസ് ഇടുന്ന, മെസ്സേജ് ചെയ്യുന്ന, എല്ലാ ഷോസിനും വരുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ ഫുൾ ഫാമിലി ഒക്കെ ഉണ്ട്. അതായത് കുട്ടി വിൽ ബി 4 years old, പാരൻസ് ഉണ്ടാവും, ചിലപ്പം അവരുടെ അമ്മ അച്ഛനുണ്ടാവും, ഇവർ കുടുംബമായിട്ടൊക്കെ പരിപാടിക്ക് വരുന്ന ആളുകളുണ്ട്. പല ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്, പല ഏരിയാസിൽ നിന്ന് വരുന്ന ആൾ, പല കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പം ഞാനിത് വയസ്സായവർ കുറച്ച് സപ്പോർട്ട്, ചെറുപ്പക്കാർ കൂടുതൽ സപ്പോർട്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രായമായവർ ഈ കൂട്ടത്തിലുണ്ടാവും, ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 40-50 എബവ് ഉള്ള ആളുകൾ ഭയങ്കരമായിട്ട് നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നു, കുട്ടികൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. ഇത്
വളരെ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ജെൻസി വൈബ് പിടിക്കാന്നൊക്കെ പറയുന്നത് ഞാൻ ജെൻസി അല്ല. എന്നെ ഇതിന് വിടും. നമ്മൾ ഏറ്റവും അധികം ഡിസ്കഷൻസിൽ വരുന്ന കാര്യമാണല്ലോ, ജെൻസിക്ക് ബുദ്ധി കുറയുന്നു അല്ലെങ്കിൽ ജെൻസിക്ക് പ്രായമാകുന്നു, ജെൻസി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒക്കെ. ഞാൻ ജെൻസി ഒന്നും അല്ല, ജെൻസി കഴിഞ്ഞ ആളാണ്. ഇത് അതാ പറഞ്ഞത്, ഇത് ഞാനൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഇത് ഇന്ന പ്രായക്കാർക്ക് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ ഇന്ന പ്രായക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ഇത് ഇവരെന്തോ അവർക്ക് അടുത്ത ജനറേഷനിലെ ആളുകൾക്ക് ജെൻസിയോടൊന്നും ദേഷ്യം ഉണ്ടോ അവരെന്നെ യൂസ് ചെയ്യുന്നുള്ളത്. എനിക്ക് ജെൻസിയൊന്നും ഞാൻ ചെയ്യാം, വിരോധമൊന്നുമില്ല. ഓക്കെ. വളരെ ചെറുപ്പത്തിൽ സംഗീത സംവിധാനമൊക്കെ തുടങ്ങിയ ആളാണല്ലോ. അപ്പോൾ അന്നത്തെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഷെയർ ചെയ്യാം. അന്നത്തെ എക്സ്പീരിയൻസ് എനിക്കതിൽ വലിയ ഭാഗ്യമില്ല. ഞാൻ പാട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഉണ്ടാക്കി കയ്യിലോട്ട് കൊടുത്തു, ബാക്കി അതങ്ങനെ അങ്ങ് നടന്നു പോയി. കാരണം റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് എനിക്കെന്തോ പരീക്ഷ എന്തോണ് 10ാം ക്ലാസ്സിൽ. അപ്പം ഞാനില്ല റെക്കോർഡിങ് നടക്കുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ട്രാക്ക് ഞാൻ ട്യൂൺ ഉണ്ടാക്കി, ലിറിക്സ് ഉണ്ടാക്കി, ഐ ജസ്റ്റ് ഗേവ് ഇറ്റ്. വേറെ ആളുകൾ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം വേറെ കാര്യങ്ങളാണ്. അപ്പം അത്ര ചെറിയ പ്രായമാണ്, 10 സോറി, അതിലും കുഞ്ഞിലാണ്. സോ അന്ന് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരുപാട് പാട്ടിൽ ഓൾറെഡി വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുമായിരുന്നു. അതിലൊരു പാട്ട് കാസ്റ്റിലേക്ക് സെലക്ട് ആയി, അത് ഫൈനലായിട്ട് പുറത്തു വന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഭയങ്കര സറിയലായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നത് ഫുള്ള്. പക്ഷെ അത് രസമാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര സംഭവം വെച്ചാൽ ഞങ്ങൾ ആ പ്രായത്തിലൊക്കെ ചുമ്മാ വട്ടോടിച്ച് കിടക്കുക, പ്രത്യേകിച്ച് കാര്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു പ്രായമല്ലത്. പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നൊന്നല്ല, നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും, അപ്പം നമ്മൾ എഴുതി വെക്കും, അത്രേ ഉള്ളൂ. ആ വളരെ ചെറുപ്പം മുതലുള്ള മ്യൂസിക് എഡ്യൂക്കേഷൻ അതൊക്കെ അത് ശരിക്കും ഒരു പാട്ട് തന്നെയായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നത് എക്സ്പോഷറാണ്. എക്സ്പോഷർ ഞാൻ പറയണ ഒരുപാട് സമയം ഉണ്ടായിരുന്നു എനിക്ക്, ഒരുപാട് സമയം വെറുതെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന കുറെ പാട്ടുകൾ ഇരുന്ന് ഇങ്ങനെ കേൾക്കും, അല്ലെങ്കിൽ പാട്ട് പഠിക്കും. 3 വയസ്സ് മുതലേ പാട്ട് പഠിക്കാൻ കൊണ്ട് ചേർത്തു. അപ്പൊ അങ്ങനെ കിട്ടിയ സാധനങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഉള്ള ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ആ പ്രായത്തിലും ടീനേജ് സമയം, ആ സമയത്ത് കുറേ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആക്ച്വലി കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഇപ്പം ആ പ്രായത്തിൽ കുറേ സമയം ഇതുപോലെ സ്പെൻഡ് ചെയ്താണ് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഒരു ഡ്രീം എന്താണ് മ്യൂസിക്കിനെ സംബന്ധിച്ച് മനസ്സിലിനെ കൊണ്ടുനടക്കുന്നത്? എങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി ലൈവൊക്കെ ചെയ്ത് ഇങ്ങനെ പോയാൽ കാര്യമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരു ഭയങ്കര ഓസ്കാർ വേണം അങ്ങനൊന്നും ഇല്ല. ചെറിയ രീതിയിലൊക്കെ തട്ടിമുട്ടി പോയാൽ മതി എന്നാണ്. തട്ടിമുട്ടിയല്ലല്ലോ പോകുന്നത്, തട്ടിമുട്ടി നമുക്ക് എവിടെ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാ, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒത്തൻറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിപ്പോൾ ഇന്ന് എൻ്റെ ആഗ്രഹം ആയിരിക്കില്ല നാളെ എൻ്റെ ആഗ്രഹം. സോ വാട്ട് എവർ ഇസ് ഒത്തൻറ്റിക് ആൻഡ് ഉള്ളിൽ നിന്ന് റിയൽ ആയിട്ട് വരുന്ന എന്താണോ അത് ചെയ്യാൻ കഴിയുക, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നവരുണ്ട്. ഒത്തിരി കുട്ടികൾ ആദ്യം തന്നെ വാങ്ങുന്നത് ഒരു പക്ഷെ ഗിറ്റാർ ആയിരിക്കും, പിന്നെ റീൽസ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ട്രാക്സ് അവർ പ്രാക്ടീസ് ചെയ്യുന്നു, ഫ്രണ്ട്സ് കൂടിയിട്ട് കമ്പോസ് ചെയ്യുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് കുട്ടികളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന പാട്ടുകാരിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ കയ്യിൽ മൊബൈലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എടുത്ത് വെക്കുക, പാടുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ട്രാക്ക് പുറത്തേക്ക് വിടാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, പണ്ടത്തെ പോലെ നല്ല ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ, ഒരുപാട് വഴികളുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. 0 ബഡ്ജറ്റിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ ഉണ്ട്, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. സോ ഇനി അത് ബെറ്റർ ആവത്തേ ഉള്ളൂ. അപ്പം ഒന്നിനും കാത്തു നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാത്തു നിന്നാ അവിടെ കാത്തു നിൽക്കത്തേ ഉള്ളൂ, കയ്യിലുള്ളത് കൊണ്ടെടുത്ത് ചാടുക. യൂസ് ദ ടൈം എന്നുള്ളതല്ല, യൂസ് ദ മൊമെന്റ് എന്നുള്ളത്. അത് ഒന്നും ഞാൻ ഇത് പെർഫെക്റ്റ് ആക്കി ഞാൻ മറ്റേ ഭയങ്കര സംഭവം ആക്കിയിട്ട് അങ്ങനെ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് തുടങ്ങുക. അപ്പം അതങ്ങനെ അങ്ങനെ ഒരു ഫ്ലോയിലങ്ങ് പൊക്കോളൂ. അപ്പോൾ എൻ്റെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ട്രാക്കിൽ ഉള്ള ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാൽ പാടിത്തരും, അല്ലെങ്കിൽ ഒരു അറിയാവുന്ന പാട്ടാണ് ആരും നെഞ്ചിൽ പാടാൻ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം,
ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ സായബ സായബ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാലൊരുങ്ങുന്നു താരം. ബ്യൂട്ടിഫുൾ. അപ്പോൾ എല്ലായിടത്തും ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതായിരിക്കും അജിത ഹരിയും കൂടി പഠിത്തരുമോ എന്നുള്ളത്. ബുദ്ധിമുട്ടാവില്ല? പല ദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നേരത വർണ്ണ മൃദുലകമലരുചിരനയന ദൃഹരേ മൃദുലകമലരുചിരനയന ദൃഹരേ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനദ വിജയ സാരഥേ സാധു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകളിലൂടെ ഞാൻ എന്താണ് എന്നുള്ളത് പറയാനും പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.